ഹായ് ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നടക്കാൻ പോണ ഒരു വലിയ സ്വപ്നമാണ് ഗൈസ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളും നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ്? എനിക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു സിമ്പതിയോ അല്ലെങ്കിൽ വേറെ ഒന്നും നിങ്ങളെ വിചാരിക്കരുത്. ഈ വീഡിയോ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അന്ന് മുതൽ ഇന്ന് വരയ്ക്കും എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്താണെന്ന് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഒഫീഷ്യലായിട്ട് വീഡിയോയിൽ കൂടെ പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ 51 പേർക്ക് അന്നദാനം മീൻസ് ആഹാരം കൊടുക്കുന്ന ഒരു വലിയൊരു കാര്യത്തിലേക്ക് കടക്കുവാണ്. അപ്പം അത് ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നിപ്പോ ഞങ്ങൾ 51 പേർക്കുള്ള ഫുഡിന്റെ ഐറ്റംസ് ആണ് നമ്മൾ റെഡിയാക്കണത്. ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡിന്റെ കിച്ചണിന്റെ അമ്മയും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം നമ്മൾ 3 പേരുമായിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണത്. പിന്നെ ഈ വ്ളോഗിൽ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ കൂടെ വോയിസ് കൊടുക്കാത്തത്. ഇപ്പൊ ഈ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഡബ് ചെയ്താണ്. ഇപ്പോഴും എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല. എന്നിട്ടും ഞാൻ സ്ട്രെയിൻ എടുത്താണ് കേട്ടോ സംസാരിക്കണത്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ 3 പേരും കൂടാണ് കേട്ടോ ജോലികൾ പങ്കിട്ടത്. അമ്മ അരി കഴിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിഴുക്ക് വരട്ടിക്കുള്ള. പിന്നെ ഞാൻ സവാള ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ പിടിക്കുന്നതും കൂടെ കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാനായിട്ടാണ് പങ്കിട്ട് നമ്മൾ ജോലി എടുത്തത് കേട്ടോ. പിന്നെ അവർക്കൊക്കെ വീഡിയോ വരാൻ വേണ്ടി ഭയങ്കര നാണക്കേട്, ഒരു വിധത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ഒറ്റ നിർബന്ധത്തിലാണ് പിടിച്ചത്. നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ വീഡിയോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിന്ന് പൊതിച്ചോറാണ് കൊടുക്കണത്. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ചോറും ചമ്മന്തിയും മാങ്ങാച്ചാറും മുട്ട പൊരിച്ചതും തോരനും വിഴുക്ക് വരട്ടിയും മീൻ പൊരിച്ചതും എല്ലാം ആയിട്ട് ഒരു വിഭവസമൃദ്ധമായിട്ടൊരു പൊതിച്ചോറാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൊടുക്കണം. അപ്പം അതിൽ എൻ്റെ അമ്മ ഒരറ്റത്തൂടെ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റ് തരുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ 2 അമ്മമാരും. അപ്പോൾ ഇവർ എനിക്ക് എങ്ങനെയാണ് ചെയ്യണം, എത്ര പേർക്ക് കൊടുക്കുമ്പോൾ ഇത്ര എണ്ണം കൊടുക്കണം, എത്ര ഇടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം നിൽക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം അരി കഴിവണം നേരത്തെ നീ തന്നെ ഇടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അരി കഴുകി നമ്മൾ 2-3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അരി കഴുകിയിട്ടത്. കാരണം വലിയ വലിയ പാത്രങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഇട്ട അരി തന്നെ ഒരു 8 കിലോയ്ക്ക് മേളിലായിരുന്നു അരി നമ്മൾ ഇട്ടത്. അപ്പം ആ കലത്തിൽ ആ 8 കിലോ അരി കൊള്ളുന്നുണ്ടായിരുന്നില്ല തിളച്ച് വന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ 2 കലത്തിലായിട്ട് മാറ്റിക്കുക അത് കുക്ക് ചെയ്തത്. പിന്നെ ഓരോരുത്തരായിട്ട് മുന്നേറി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് ചെയ്യാം, മക്കൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് 12:30 മുമ്പ് ജോലി തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ കണ്ടത്. കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ബലമാണല്ലോ ഇവർ നമ്മൾ തിരിച്ചോട് കാണിക്കുന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളും ഉള്ള ആളാണ് കേട്ടോ. ആളിങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആൾ നിൽക്കുന്നത്. വാക്സിനൊക്കെ എടുത്തിട്ടൊക്കെയാണ് ആൾ നിൽക്കുന്നത്. എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് 2 പേരും എത്ര വയ്യെങ്കിലും എൻ്റെ കിച്ചോൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്. അമ്മയും അതുപോലെ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ഇന്ന് ജോലി പോകേണ്ട വീട്ടു ജോലിക്കാണ് പോകണത്. അപ്പം അമ്മ പോകുന്ന ജോലിക്ക് അവിടെ ലീവ് പറഞ്ഞിട്ടാണ് അമ്മ എൻ്റെ കൂടെ നിന്നത്. അപ്പം എല്ലാവരുടെയും സമയം, വിലപ്പെട്ട സമയം എല്ലാം മാറ്റി വെച്ചിട്ടാണ് എൻ്റെ ഒപ്പം നിന്നത് കേട്ടോ. എനിക്ക് ഒരു നേരത്തെ വിശപ്പിൻ്റെ മൂല്യം അറിയാന്നുള്ള ആളാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊച്ചുനാൾ മുതലേ നമ്മളെ ഫാമിലി അത്ര ഭയങ്കരപ്പെട്ട ഫാമിലിയോ അങ്ങനെയൊന്നും അല്ല. എങ്കിൽ കൂടിയും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ജീവിച്ച ആൾക്കാരായതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് എന്നും ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും എനിക്ക് നല്ലൊരു റവന്യൂ കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും എനിക്കെന്ന് പറഞ്ഞ ഒരു റവന്യൂ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് മനസ്സിലാവും വീട്ടിൽ ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന നമ്മളെപ്പോലെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം കാര്യം അല്ലാതെ രണ്ടാമതൊരു കാര്യം എന്ത് ചെയ്യാൻ തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുമോ, അതാണ് ഏറ്റവും വലിയ മഹത്വമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയവനും പഠിച്ച ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ലൈഫിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എന്തായാലും ആ റെസ്റ്റോറൻറ്റ് വഴിയും ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം
അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ലൈഫിൽ എനിക്കിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാനും കാര്യങ്ങളൊന്നും എനിക്ക് നടക്കില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഇപ്പം മാസത്തിൽ ഒരിക്കൽ മാത്രമേ എനിക്കിപ്പോൾ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം എൻ്റെ റവന്യൂ വരുമ്പോൾ മാത്രമുള്ള പ്രതീക്ഷയാണ് എനിക്ക്. കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലോട്ട് എനിക്ക് കടക്കാൻ പറ്റില്ല. ഈ ഒരു ദിവസം കൊടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് എന്നും കൊടുക്കാൻ പറ്റണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ ഇതുപോലെ പല വ്ളോഗുകാരുടെയും ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. അവരുടെയൊക്കെ വീഡിയോയിൽ ഞാൻ കുറേ മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്കും ഇങ്ങനെ കൊടുക്കാൻ ഒരു നാൾ പറ്റും എന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഐസ് കളഞ്ഞ് മീനെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ മീൻ പുരട്ടി വെച്ചോട്ടെ. കാരണം ഒരു അരമണിക്കൂറെങ്കിലും മീൻ പുരട്ടി വെച്ചാലേ അതിൻ്റെ മസാലയൊക്കെ പിടിക്കുള്ളൂ. അതുമാത്രമല്ല ചോറ് വടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വടിച്ച സമയത്ത് അതിൻ്റെ ആവി പോകാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ മൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു അടച്ചു വെച്ച് കഴിഞ്ഞാൽ പഴിഞ്ഞിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കാരണം ഇത്രയും ചോറുള്ളത് കൊണ്ട്. അങ്ങനെ അത് കാറ്റ് കൊള്ളാൻ വേണ്ടി വെച്ചിട്ട് ബാക്കി അമ്മ തോരത്തിനുള്ള കാര്യവും ഞാൻ ചമ്മന്തിക്കുള്ള കാര്യമൊക്കെ റെഡിയാക്കി കേട്ടോ. എന്നൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ ഈ 51 പൊതിക്ക് തികയോ അതോ തികയൂലേ എന്നാണ് എൻ്റെ ഒരു ടെൻഷൻ ആകെ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഫുഡ് വീട്ടിൽ ഒരുക്കണത്. അപ്പം പിന്നെ ഒഴിക്കാനായിട്ട് നമ്മൾ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ആ നേരം കൊണ്ട് അമ്മ പുറകിൽ അടുപ്പിൽ വെച്ചിട്ട് തോരനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. അപ്പം ഞാൻ അന്നേരം സമയം നോക്കുമ്പോഴത്തേക്കും 11:50 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 51 പീസോളം മീൻ പൊരിക്കാനുണ്ടായിരുന്നു, മുട്ട പൊരിക്കാനുണ്ടായിരുന്നു. മുട്ട പൊരിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നത് കേട്ടോ. മീൻ പൊരിക്കുന്നത് നമ്മൾ 3 അടുത്തായിട്ട് ഇട്ടായിരുന്നു. തോരനായതുകൊണ്ട് പിറകിലൊരു അടുപ്പിലൊരു പാത്രവും പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ അകത്തുള്ള അടുപ്പിലായിട്ട് 2 പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു. സമയം ഇതാന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണി എന്നുള്ളത് 11:50 എത്താൻ വേണ്ടി വലിയ സമയം എടുത്തതായിട്ട് തോന്നിയില്ല. കാരണം അത്രത്തോളം പണി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു 3 ആൾക്കും കൂടെ. അതുപോലെ തന്നെ വേറൊരു ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഒരുക്കുന്നതല്ല, ഇത് 51 പൊതിയുന്നതാണ്. നമ്മൾ ഈ ഒരാൾക്കൊക്കെ പൊതിയുന്നതല്ലാതെ ഇത്രയും പേർക്ക് നമ്മൾ പൊതിയാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഈ സമയം എല്ലാം കൂടി കാൽക്കുലേറ്റ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം കൊണ്ട് ഞാൻ മീൻ ഒരുവിധം ഏതാണ്ട് പൊരിച്ച് തീരാറായ സമയത്ത് തന്നെ മുട്ട 2 ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ 51 പൊരിക്കാം എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ യാതൊരു വിധ രീതിയിലും തീരത്തില്ല. അപ്പൊ ഏതാണ്ട് മീനെല്ലാം പൊരിച്ച് ഒതുക്കി കഴിഞ്ഞ ശേഷം മുട്ട സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു നിന്നത്. അപ്പൊ അന്നേരം മഞ്ജു ചേച്ചി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്ത്. മഞ്ജു ചേച്ചി ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ യൂട്യൂബ് വഴി ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുത്താണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചേച്ചി പോലെ തന്നെ, എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതുപോലെ യൂട്യൂബ് വഴി കിട്ടിയ ഒരു മുത്താണ് കേട്ടോ. അപ്പൊ മഞ്ജു ചേച്ചി ഇത് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്തിയായിരുന്നു. പക്ഷെ ആള് വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി കുറച്ച് അധികം ദൂരമുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആള് വന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്നത്. വന്നതിന് ശേഷമുള്ള ജോലിയെല്ലാം ആള് ഫുള്ള് കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ആളുടെ കൈയും കൂടെ അതിലുണ്ടായിരുന്നു. അപ്പം മുട്ട പൊരിക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടുതലെന്ന് മനസ്സിലാക്കിയ ഞാൻ ബുദ്ധിപൂർവ്വം ഹിച്ചുവേട്ടനെയും മഞ്ജു ചേച്ചിയും അവിടെ പിടിച്ചാക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അത് എല്ലാം അറേഞ്ച് ചെയ്യുക, ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വിളമ്പാൻ കണക്കിന് മീൻസ് പാക്ക് ചെയ്യാൻ കണക്കിന് നമുക്ക് ആക്കണം എന്നുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇവർക്ക് ഉള്ള മുട്ട എല്ലാം പൊട്ടിച്ചു. ആദ്യം ഒരു 25ഓളം മുട്ടകൾ പൊരിക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിന്നിട്ട് അത് പൊരിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് കാണുമ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞൊരു വീഡിയോ കാണുമ്പോൾ തോന്നും പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തീരുന്ന ഒരു സംഭവമാണ്. നല്ല കേട്ടോ, ഇത് വളരെ മണിക്കൂറുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. 11:50 ഞാൻ മീൻ പൊരിക്കാൻ നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അടുത്ത് നമ്മൾ ക്ലോക്ക് നോക്കുമ്പോഴത്തേക്കും 11:50 എന്നുള്ളത് 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. പക്ഷെ മുട്ടയുടെ കേസ് എന്നെ പെടുത്തി കേട്ടോ. മുട്ട പൊരിക്കും തോറും മുട്ട കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സ്പീഡിൽ 2 പേർക്കും ഏതാണ്ട് ഒരു 25-30ഓളം മുട്ടകൾ പൊരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാലൻസ് ജോലി ഉണ്ടായിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ പോയായിരുന്നു. പിന്നെ നമ്മൾ ഒരു 12:35 കഴിഞ്ഞ് തന്നെ
പാക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് വിളമ്പി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ, ഞാനും മഞ്ജുവച്ചും കൂടെ ആയിരുന്നു പൊതിഞ്ഞത്. പിന്നെ അമ്മ കറി പൊതിയുന്നുണ്ടായിരുന്നു, എൻ്റെ മോള് സാധനങ്ങൾ എടുത്ത് വച്ചിരുന്നുണ്ടായിരുന്നു. കാരണം മോളും ഇതൊക്കെ കാണണം. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെന്താ അമ്മ അച്ഛൻ എന്താ ചെയ്യുന്നത്, എന്താ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അവർ കണ്ണിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം 51 ബാക്കും നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിന് ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ കണക്കിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. കാരണം രാവിലെ ജോലിക്ക് കയറിയതാണ്. അപ്പം പോണതിന് മുമ്പ് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഹോട്ടലെല്ലാം നമ്മൾ കൊണ്ടുപോകാൻ കണക്കിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ പിടിച്ചത്. മുമ്പുള്ള വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ കിച്ചുവേട്ടനും എൻ്റെ അമ്മയൊക്കെ കൂടിയാണ് പിടിച്ചു തന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പോകുന്ന വഴിക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും വിശന്നിരിപ്പുണ്ടോ എങ്കിൽ അവർക്ക് കൊടുക്കാം, നമുക്കിങ്ങനെ നോക്കി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകാൻ നേരം അമ്മയും രണ്ടമ്മമാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം എല്ലാ ജോലിയും പൂർത്തിയാക്കി നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ അവർക്കും മനസ്സിനൊരു സന്തോഷം. മക്കളെ എന്തായാലും ഇതൊക്കെ നമ്മളും ഒരു പങ്ക് കൊണ്ടതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചോറ് കൊടുക്കുന്നതിൽ വളരെ ഒരു പങ്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഏട്ടൻ കൂടെ ഉണ്ട് കേട്ടോ. ആ ഏട്ടനും എനിക്ക് ഈ ചോറ് കൊടുക്കാനായിട്ട് ചെറിയൊരു ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഫണ്ടിൽ നിന്ന് പകുതിയിൽ കൂടുതൽ ഫണ്ടും ഏട്ടനാണ് കേട്ടോ തന്നത്. എൻ്റെ യൂട്യൂബ് വഴി കിട്ടിയ എൻ്റെ ഒരു ഏട്ടനാണ് തന്ന് സഹായിച്ചത്. ഞാൻ ആദ്യം ഒരു 20 പൊതി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതിൽ കൂടുതൽ ഈ 51 പൊതി ആക്കിയത് ചേട്ടൻ തന്നെയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് ഫുഡ് കൊടുത്തായിരുന്നു. പക്ഷെ അവരുടെയൊന്നും എനിക്ക് വീഡിയോ ഇതിലിടാൻ താല്പര്യമില്ല. കാരണം ഞാൻ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അറിയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എങ്കിൽ ഞാൻ ഇത് ഇട്ടതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു മോട്ടിവേഷൻ വീഡിയോ ആണിത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടാൻ കാരണം. അപ്പം ഒരുപാട് പേരുടെ ഞാൻ കൈ കൊടുത്ത പെട്ടെന്ന് പോയിരുന്ന് കഴിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ, ഇതിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ലാസ്റ്റ് നമ്മൾ കൊടുത്തത്. നമ്മൾ കൊടുത്ത വീഡിയോയിൽ തന്നെ ഇത് കാണാൻ കഴിഞ്ഞാൽ വളരെ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവർ കഴിക്കുന്നതിനോട് കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 2 മണിയോളം ആയി. ബാക്കി എല്ലായിടത്തും കൊടുത്തിട്ട് അവിടെ എത്തിയപ്പോൾ 2 മണി. ലാസ്റ്റത്തെ കുറച്ച് ഊണാണ് മെഡിക്കൽ കോളേജ് കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.